നമ്മളോടൊപ്പം ചേരുന്നത് ഡൽഹി ബ്യൂറോയുടെ ദീപിക ചീഫ് എഡിറ്റർ ജോർജ് കള്ളുവേലി സാറാണ്. സാറേ നമസ്കാരം. സാറേ നമസ്കാരം. നമുക്കറിയാം, ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം, പാലക്കാരെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന നിമിഷത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ശരിയല്ലേ? നമുക്കറിയാം, സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം നിറവിലാണ് അല്ലെ? എന്താണ് ഈ അവസരത്തിൽ സാറിന് പ്രതികരിക്കാനുള്ളത്? ഞാനും വളരെ അഭിമാനത്തോടെ, വളരെ സന്തോഷത്തോടെ, വളരെ 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 നന്ദിയോടെയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഞാനും ഈ സെന്റ് തോമസ് കോളേജിന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പൊ അതിൽ ഒത്തിരി അഭിമാനിക്കാമല്ലോ സാർ. തീർച്ചയായിട്ടും. കാരണം സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറഞ്ഞത് സാറേ, സാറിനെ സംബന്ധിച്ചിടത്തോളം സാറ് നമ്മളൊക്കെ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. സാറ് മാധ്യമപ്രവർത്തകരാണ്. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ 7 വർഷമായിട്ടുള്ളൂ. സാറ് കൂടുതൽ അനുഭവസമ്പത്തുള്ള ആളാണ്. പക്ഷെ നമ്മളൊക്കെ നല്ല നിലയിലെത്തുമ്പോൾ, നമ്മൾ പഠിച്ച കലാലയത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഈ കലാലയത്തിൽ ഇതുപോലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു അഭിമാനിക്കാവുന്ന ചാരിതാർത്ഥ്യത്തിൻ്റെ ഒരു നിമിഷം കൂടിയല്ലേ സാർ? തീർച്ചയായിട്ടും. ഞാനിവിടെ നിന്ന് 1983 ബോട്ടണി ഡിഗ്രി എടുത്തു പോയതാണ്. ഇവിടെ നിന്ന് പഠിച്ചത് കൊണ്ട് മാത്രം, ഈ കോളേജിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട്, വൈലിപ്പിതാവിൻ്റെ, പള്ളിക്കപ്പുറം പിതാവിൻ്റെ, ഇപ്പോൾ ബഹുമാനപ്പെട്ട കല്ലറങ്ങാട്ട് പിതാവിൻ്റെ ഒക്കെ ഒരു നേതൃത്വത്തിൽ ഈ കോളേജിനെ വലിയ ഉയരങ്ങളിലേക്ക് ഉയർത്തുന്നു. ഞങ്ങളൊക്കെ PM ചാക്കോ സാറ് പ്രിൻസിപ്പളായിരുന്ന കാലത്ത് ഇവിടെ പഠിച്ച ആളുകളാണ്. അപ്പോൾ ഈ കോളേജിൻ്റെ, ഈ കലാലയത്തിൻ്റെ മറ്റൊരു കലാലയത്തിനും അവകാശപ്പെടാനില്ലാത്ത രീതിയിൽ ഇവിടെ കായിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത് എല്ലാം പഠനത്തോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ഒരു പ്രാമുഖ്യം കൊടുത്ത കോളേജാണ്. ഞങ്ങൾക്കൊക്കെ വലിയ സ്വാതന്ത്ര്യം കിട്ടിയ കോളേജാണ്. ഇത് പിന്നീട് ജീവിതത്തിൽ ഉയർച്ചകൾക്ക്, വലിയ നേട്ടങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഈ കോളേജിൽ നൽകിയ ശിക്ഷണം, അതേസമയം കൃത്യം അച്ചടക്കത്തോടും വലിയ സ്നേഹത്തോടും ഞങ്ങൾ ഇവിടെ അതിനോട് അങ്ങേയറ്റം നന്ദിയോടുകൂടിയാണ് പാലാ കോളേജിനെ കുറിച്ച് കരുതുന്നത്. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ ഏകജയമിൽ സ്കൂൾ പഠിച്ച, പിന്നെ അരുവത്തറ സെൻറ്റ് ജോർജ് കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ച ശേഷമാണ് ഇവിടെ വരുന്നത്. പക്ഷേ അവിടെയൊക്കെ കിട്ടാത്ത ഒരു വലിയൊരു സംശയം, നമ്മളൊരു കലാലയത്തിൽ പഠിച്ചു കഴിയുമ്പോൾ, അതായത് നമ്മളൊരു PG ഒക്കെ പഠനം കഴിയുമ്പോൾ നമുക്കൊരു അംബീഷൻ ഉണ്ടാകും, ഒരു ലക്ഷ്യമുണ്ടാകും. സാർ എങ്ങനെയാണ് ഈ ഒരു മാധ്യമപ്രവർത്തന മേഖല തിരഞ്ഞെടുക്കാൻ കാരണം? നമുക്കറിയാം, അത് എനിക്കും അതിനോടൊരു കമ്പമുണ്ട്. ഞാനൊക്കെ ഇന്ത്യ വിഷൻ ചാനലിൽ കണ്ടാണ്, അന്നൊക്കെ ഞാൻ ചെറുപ്പമായിരുന്നു. അന്ന് ഞാൻ ഓർത്തു പോവുകയാണ്, എറണാകുളം പാടിവട്ടത്തെ ടുട്ടൂസ് ടവറിൽ ഇന്ത്യ വിഷൻ ചാനലിൽ ചെന്ന് കണ്ടപ്പോൾ അത് കണ്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് കടന്നു വന്നത്. അപ്പോൾ സാറിനും എന്തെങ്കിലും ഒരു പ്രചോദനമായി കാണുമല്ലോ ഇങ്ങനെ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാൻ? എന്താണ് അതിന് ഒരു? പാലാ സെന്റ് തോമസ് കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ നടന്ന ഒരു യോഗത്തിൽ ആണ് ഞാൻ എൻ്റെ പത്രപ്രവർത്തനത്തിലേക്കുള്ള തുടക്കം. ഇവിടെ അന്ന് ഞങ്ങൾ BScക്ക് MBBSന് കോട്ട ഉണ്ടായിരുന്നു. ആ കോട്ട എടുത്തു കളഞ്ഞതിനെതിരെ ഒരു സമരം, ആ സമരം നയിക്കാനുള്ള, സംസ്ഥാന തലത്തിൽ നയിക്കാനുള്ള ഒരു നിയോഗം എന്നിലെത്തി. അപ്പോൾ ഞാൻ കോളേജിൽ പ്രിൻസിപ്പളിനെ കണ്ടു പറഞ്ഞു, എൻ്റെ ഫാദറിൻ്റെ ക്ലാസ്മേറ്റാണ് ചാക്കോ സാറ്. ചാക്കോ സാറിനോട് പറഞ്ഞു ഞങ്ങളൊരു സമരം നടത്താൻ പോവുകയാണ്. അപ്പോൾ എന്താ വിഷയം എന്ന് ചോദിച്ചു. വിഷയം എന്നതാണ്, ഈ വിഷയം വളരെ ന്യായമായ കാര്യമാണ്. ഇതിനുവേണ്ടി നിങ്ങൾ പുറത്ത് സമരം ചെയ്യേണ്ട, കോളേജ് ഓഡിറ്റോറിയം തരാം, അധ്യാപകരും പങ്കെടുക്കാം, നിങ്ങൾ രക്ഷാകർത്താക്കളൊക്കെ വിളിച്ചു. അങ്ങനെ വലിയൊരു പ്രതിഷേധ യോഗം ഈ കോളേജ് ഓഡിറ്റോറിയത്തിൽ പ്രിൻസിപ്പളിൻ്റെ സാന്നിധ്യത്തിൽ നടന്നു. ഒരു വിദ്യാർത്ഥി സമരത്തിൽ പ്രിൻസിപ്പൾ നേതൃത്വം കൊടുത്തു. അതിനെക്കുറിച്ചൊരു വാർത്ത എഴുതി ഞാൻ പിറ്റേ ദിവസത്തെ ദീപികയിലും മനോരമയിലും ഒക്കെ വാർത്ത കൊടുത്തു. ഈ വാർത്ത ഒരക്ഷരം പോലും തെറ്റാതെ ദീപിക പത്രത്തിലെ 1-ാം പേജിൽ ഒരു കോളം വരച്ച് വിദ്യാർത്ഥി സമരത്തിന് അധ്യാപകരും രക്ഷാകർത്താക്കളും എന്ന ഒരു വാർത്ത വന്നു. പിന്നീട് അത് മനോരമയിലും വലിയ വാർത്ത വന്നു അന്ന് തന്നെ. അപ്പോൾ അതൊരു പ്രചോദനമായി. ഈ രംഗത്ത് ഒത്തിരി കൂട്ടുകാരും അധ്യാപകരും പറഞ്ഞു, തനിക്ക് പറ്റിയ പണിയായത് എന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു തുടക്കമായി. അത് കഴിഞ്ഞ് അന്ന് മുതലൊരു ആഗ്രഹമായിരുന്നു നല്ലൊരു പത്രപ്രവർത്തകനാകാൻ. അവിടെ വലിയ നേട്ടങ്ങൾ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തന്നു. ഈ അവസരത്തിൽ ഒരു കാര്യം ചോദിച്ചില്ലെങ്കിൽ അത് ഒരു മോശമായി പോകും. കാരണം നമ്മളൊക്കെ ഈ നിലയിൽ എത്തി നിൽക്കുമ്പോൾ നമ്മളെ ഇതിന് പിന്നിലേക്ക് പ്രചോദിപ്പിച്ച ആൾക്കാർ, ഇപ്പം സാർ എടുത്തു പറഞ്ഞ വ്യക്തികളൊക്കെ ഉണ്ടല്ലോ, അവരോട് നമുക്ക് നന്ദി കടപ്പാടുമില്ല സാറേ? തീർച്ചയായിട്ടും. ഈ കോളേജിൽ പഠിപ്പിച്ച ഓരോ അധ്യാപകരോടും ഞങ്ങളുടെ റീയൂണിയൻ നടത്തി. 80 മുതൽ 83 വരെ ഇവിടെ പഠിച്ച 3 ദിവസത്തെ റീയൂണിയൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ പ്രിൻസിപ്പലിൻ്റെ അധ്യക്ഷതയിൽ അധ്യാപകരെ എല്ലാം വിളിച്ചു വരുത്തി ആദരിച്ച് ഞങ്ങൾ ഈയിടെ നടത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 ദിവസം തേക്കടിയിൽ ക്യാമ്പ് ചെയ്ത് അന്നത്തെ പഴയ ഓർമ്മകൾ പുതുക്കി. ഓരോ അധ്യാപകരോടും അന്ന് അവർ നൽകിയ അറിവും ശിക്ഷണവും അതിനേക്കാളേറെ മൂല്യങ്ങൾ, ജീവിത മൂല്യങ്ങൾ അത് ഈ കോളേജിൽ നിന്നും കിട്ടിയതാണ്. അത് ഒരു കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ പാലാ സെന്റ് തോമസ് കോളേജ് നൽകിയ
വലിയ ഒരു 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 മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് നൽകിയ വലിയ പ്രചോദനം. അതിന് എക്കാലവും നന്ദി ഉണ്ടാവും. അത് രാജ്യത്തോടും സംസ്ഥാനത്തോടുമുള്ള ഒരു 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 സംഭാവന കൂടിയാണ്. അവസാനമായി നമുക്ക് അവസാനിപ്പിക്കാം. കാരണം നമുക്കിപ്പോൾ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അവസാനമായി നമ്മുടെ ഈ കോളേജ് ഇപ്പോൾ പാറ്റിന് നിലവിലാണ്. ഇനിയും പുരോഗതിയിലേക്ക് നമുക്ക് നയിക്കാൻ, പുരോഗതിയിലേക്ക് നീങ്ങുവാൻ, പുരോഗതിയുടെ പാതയിലേക്ക് നീങ്ങുവാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയും ഒത്തിരിയേറെ ടാലൻറ്റഡ് ആയിട്ടുള്ള പിള്ളേർ ഇവിടെ നിന്നൊക്കെ വരും. എന്തെങ്കിലും സജഷൻ, സാറിന് അനുഭവസമ്മതമുണ്ടല്ലോ, സാറ് നല്ല ഒരു വ്യക്തി പ്രഭാവമുള്ള ഒരാളാണല്ലോ, എന്തെങ്കിലും ഒരു സജഷൻസ് ഉണ്ട് ഇനി കൂടുതൽ നമ്മുടെ കോളേജിന്റെ മുമ്പിൽ പ്ലാറ്റിനം ജൂബിലി നിറവിലെത്തി നിൽക്കുന്ന ഈ കോളേജ് ശതാബ്ദിയിലെത്തുന്നതിന് മുമ്പ് തന്നെ ഒരു യൂണിവേഴ്സിറ്റി ആകേണ്ടതുണ്ട്. ആഗോളതലത്തിൽ തന്നെ നമുക്കറിയാവുന്ന ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും പോലെ വളരെ പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയായി ലോകത്തുനിന്ന് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ലോകത്തുള്ള മറ്റു രാജ്യങ്ങളിലുള്ള ആളുകൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി തേടിയെത്തുന്ന വലിയ കലാലയമായി മാറും എന്ന കാര്യത്തിൽ എനിക്ക് എല്ലാ ആശംസകളും അക്കാര്യത്തിൽ നൽകുകയാണ്. എല്ലാ പിന്തുണയും, കഴിയുന്ന എല്ലാ സഹായവും ഞങ്ങൾ കൂടെ ഉണ്ടാവും. വിദ്യാർത്ഥി എന്ന നിലയിൽ ഞങ്ങളുടെ കടമയാണ്. പൂർണ്ണമായും ഈ കോളേജിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. നമുക്ക് അങ്ങോട്ട് മാറി വൈരപ്പ്